ഹലോ, നല്ല ടേസ്റ്റിയും വ്യത്യസ്തമായിട്ടുള്ള ഒരു പനീർ ബജ്ജി ഉണ്ടാക്കിയാലോ ഒന്ന്. ഈ ബജ്ജി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മളെ കിലുക്കത്തിലെ ജഗതിച്ചേട്ടൻ്റെ ഓർമ്മ വരുന്നുണ്ടല്ലേ. അപ്പോൾ പനീർ ബജ്ജി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പനീർ, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും സാധനങ്ങൾ എടുത്തു വയ്ക്കാം. ഇനി അര കപ്പ് കടലപ്പൊടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുക. ഇനി എടുത്തു വെച്ച കറിവേപ്പിലനെ ചെറുതായി മുറിച്ചിട്ട് അതിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു നുള്ളു സോഡാപ്പൊടി, കൂടെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ബാറ്ററിലേക്ക് ഓരോ പനീർ കഷ്ണങ്ങൾ എങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ നന്നായി ചൂടാക്കിയിട്ട് ഈ ബാറ്റർ അടക്കം പനീരിനെ ഇങ്ങനെ കോരി എടുത്തിട്ട് എണ്ണയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളുടെ പനീർ ബജ്ജി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബജ്ജിയൊക്കെ നന്നായി മൂത്തു. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബജ്ജി ഇവിടെ റെഡിയായി.